നമ്മളിന്ന് മാതൃഭാഷ ശാക്തീകരണ സവിശേഷ അസംബ്ലിയിലാണ്. ഇതൊരു പ്രത്യേക അസംബ്ലിയാണ്. അതിന്റെ പ്രാധാന്യം എന്ത് എന്ന് അച്ഛനിവിടെ വ്യക്തമായിട്ട് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഞാൻ ഈ ഭാഷയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചോളൂ. ഒന്നാമത്തെ കാര്യം, ഞാൻ പറയുന്ന കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അവസാനം ഞാൻ ചോദ്യം ചോദിക്കും കേട്ടോ, അങ്ങനെ ശ്രദ്ധിച്ചിട്ട്. ഒന്നാമത്തെ കാര്യം, മാതൃഭാഷയ്ക്ക് ഒരു കൗതുകമുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ അതിന് പല വശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ വശം എന്തെന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മാതൃഭാഷ അല്ലെങ്കിൽ അമ്മ നമ്മളോട് സംസാരിച്ച ഭാഷ, അതാണല്ലോ മാതൃഭാഷ. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഭാഷാ സംവേദനമാണ് മാതൃഭാഷ. അത് കേൾക്കാൻ നമുക്കൊരു കൗതുകമുണ്ട്. അമ്മ എന്ന് പറയുന്നു എന്ന് ചെറുപ്പത്തിൽ കേൾക്കാൻ നമുക്കൊരു കൗതുകമുണ്ട്. മാത്രവുമല്ല, നമ്മൾ ഈ മാതൃഭാഷ, നമ്മുടെ മാതൃഭാഷ സംസാരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോയാൽ, മറ്റൊരു സംസ്ഥാനത്ത് ചെന്നാലോ മറ്റൊരു രാജ്യത്ത് ചെന്നാലോ മലയാളം സംസാരിക്കുന്ന ഒരാളിനെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നും. മലയാള പുസ്തകങ്ങൾ കാണുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നും. പത്രം കാണുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നും. അപ്പോൾ ഭാഷ അതിനാൽ തന്നെ കൗതുകം ജനിപ്പിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തേത്, ഭാഷയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ട്. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ വ്യത്യസ്ത ഭാഷകൾ പഠിക്കുന്നവരാണ്. മലയാളം പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, ഹിന്ദി പഠിക്കുന്നുണ്ട്. ഈ 3 ഭാഷകൾ നമ്മുടെ മിക്കവാറും എല്ലാ സ്കൂളുകളിലും നിർബന്ധമാണ്. ഭാഷാ പണ്ഡിതര് പറയുന്ന കാര്യം, ഒരു ഭാഷ, പ്രത്യേകിച്ച് മാതൃഭാഷ പഠിച്ചാൽ മറ്റേത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യാനും പഠിക്കാനും നമുക്ക് പറ്റുമെന്നാണ്. അപ്പോൾ ഈ മാതൃഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ മാതൃഭാഷയിൽ നല്ല വായനയും വേണം. മാതൃഭാഷയിൽ ആശയവിനിമയം നടത്തുന്നതിൽ ശ്രദ്ധയും വേണം. നമ്മൾ ഈ ഓരോ സ്ഥലത്തും ഭാഷ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവ ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഈ പാലക്കാര് ഭാഷ ഉപയോഗിക്കുന്നത് പോലെയല്ല തൃശ്ശൂരുകാര് ഈ മാതൃഭാഷ ഉപയോഗിക്കുന്നത്. തൃശ്ശൂർ ഉപയോഗിക്കുന്നത് പോലെയല്ല കാസർഗോഡ് ഉപയോഗിക്കുന്നത് പോലെയല്ല തിരുവനന്തപുരത്ത്. ഓരോ സ്ഥലത്ത് ചെന്നാലും ഭാഷയിൽ ഈ ഡയലക്ട്സ് എന്നൊക്കെ പറയും, വ്യതിയാനങ്ങൾ കാണാൻ പറ്റും. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മാതൃഭാഷയുടെ അടിസ്ഥാനം വളരെ വിശാലമാണ്. അത് എനിക്ക് മനസ്സിലായത്, ഞാനൊരു ഇംഗ്ലീഷ് പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാനായിട്ട് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ